മനോഹരമായ തിങ്കളാഴ്ച രാവിലും പകലിലും ഇന്ന് നമ്മൾ പഠിക്കുന്നൊരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ മാറി നിൽക്കും. നമുക്ക് സമാധാനം ലഭിക്കും, ഉറപ്പാണ്. എത്ര വലിയ ബുദ്ധിമുട്ടിലാണ് നിങ്ങളെങ്കിലും, ആരുടെ മുമ്പിൽ കൈനീട്ടിയിട്ടും ആ ബുദ്ധിമുട്ടുകൾ നീങ്ങടില്ല ഉസ്താദ് എന്നുള്ള സങ്കടമാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിലും ഈ സ്വലാത്ത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകും, നിങ്ങൾക്ക് സന്തോഷം നൽകും, എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കും, അള്ളാഹുവിങ്കിൽ സ്ഥാനമുയർത്തും, പാപങ്ങൾ പൊറുക്കാൻ നിമിത്തമാകും. ഇതിനൊക്കെ പറ്റിയ അത്ഭുതം നിറഞ്ഞ നമ്മെ രക്ഷിച്ചെടുക്കുന്ന സ്വലാത്താണത്. ഏതാണ് ആ സ്വലാത്ത് നമുക്ക് പഠിക്കണം അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എല്ലാവർക്കും ഹൃദ്യമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കടന്നു വരുന്നത് വിശുദ്ധമായ ഈ തിങ്കളാഴ്ച രാവും പകലും ഒക്കെയാണ്. മനോഹരമായ രാവും പകലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു ജനിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ഒരു പകലും അതിൻ്റെ രാവുമാണ് കടന്നു വരുന്നത് അല്ലേ? വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണ്? ഈ വെള്ളിയാഴ്ചയാണ് ആദം നബിയെ പടയ്ക്കപ്പെട്ടത്. ആ ആദം നബി അലൈഹിസ്സലാമിനേക്കാൾ ഏറെ മഹത്വമുണ്ട്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയേറെ സൃഷ്ടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലേ? ആദം നബിയേക്കാൾ എത്രയോ വലിയ പ്രതിഫലമുള്ള, എത്രയോ വലിയ സ്ഥാനമുള്ള മഹോന്നതരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ എത്ര വലിയ മഹത്വം ഉണ്ടാവും. അതും ആ തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ചയുടെ പകലും അതുപോലെ എന്ന ബറക്കത്തുള്ള മാസവും എല്ലാം കൂടെ കടന്നു വരുമ്പോൾ മനോഹരമായ സ്വലാത്ത് കൂടെ അതിലേക്ക് യോജിക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത്ഭുതമല്ലേ? നമ്മുടെ എത്ര വലിയ പ്രതിസന്ധിയും അങ്ങ് മാറി നിൽക്കും. ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് തന്നെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന സ്വലാത്ത് എന്നാണ്. എത്ര വലിയ പ്രയാസത്തിലാണ് നിങ്ങളുള്ളതെങ്കിലും നിങ്ങളെ ഈ സ്വലാത്ത് രക്ഷപ്പെടുത്തും. മഹാനായ ഹസൻ ബിൻ അലി റഹിമഹുല്ലാ ശൈഖ് അവർകൾ പറയുന്നത് കാണാം. നിങ്ങൾ വലിയ അപകടത്തിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരാരും സഹായിക്കാനില്ലാത്ത വലിയ പ്രതിസന്ധിയിൽ പെട്ടുപോയാൽ ഈ സ്വലാത്ത് 1000 തവണ ചൊല്ലി നോക്കൂ, നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മഞ്ഞിങ്ങനെ ഉരുകുന്നത് പോലെ ഉരുകിപ്പോകുന്നതാണ്. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അത്ര അത്ഭുതകരമായ സ്വലാത്ത്. ഞാൻ പറഞ്ഞു രക്ഷപ്പെടുത്തുന്ന സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. കേട്ടിട്ടില്ല നമ്മൾ? നമുക്ക് ഏറെ സുപരിചിതമായൊരു സ്വലാത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സ്വലാത്തുൽ മുൻജിയ. ഏതാണ് ഈ സ്വലാത്ത്? ഒരിക്കൽ ഒരു തവണ എന്നോടൊപ്പം ഒന്ന് ചൊല്ലി നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് വതഖ്ലീ ലനാ ബിഹാ ജമീഅൽ ഹാജാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത് وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات وعلى آله وصحبه وسلم تسليما كثيرا. മനോഹരമായ സ്വലാത്ത്. ഈ സ്വലാത്തിൻ്റെ ആശയമൊക്കെ നമുക്ക് പറയാം. മഹാനായ ഷെയ്ഖ് ഇബ്നുൽ ഫാക്കിഹാനി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്, സ്വാലിഹ് മൂസ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കപ്പൽ യാത്ര നടത്തുകയാണ്, കടലിലൂടെ കപ്പൽ യാത്ര നടത്തുകയാണ്. പെട്ടെന്ന് തന്നെ ശക്തമായ കാറ്റും കൂടും, ഒരു വല്ലാത്ത ഭീകരാന്തരീക്ഷം നിറഞ്ഞൊരവസ്ഥ വരുന്നത്, ശക്തമായ കാറ്റ്. കുറേ പേര് കടലിൽ വീണ് മരിച്ചുപോയി. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അട്ടഹസിക്കുകയാണ്. പെട്ടെന്ന് ഇദ്ദേഹത്തിനൊരു ബോധം ഇല്ലാതെയായി പോകുന്നത് പോലെ, ഉറങ്ങിപ്പോകുന്നത് പോലെ അങ്ങ് അദ്ദേഹം വീണു പോവുകയാണ്. ആ ഉറക്കത്തിൽ കാണുന്നുണ്ട് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി നിങ്ങളെ കാണാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യുക, കപ്പലിലുള്ളവരോടൊക്കെ പറയുക, അങ്ങനെ എല്ലാവരും 1000 സ്വലാത്തുൽ മുൻജിയ, ഈ പറയുന്ന മുൻജിയ സ്വലാത്ത് 1000 തവണ ചൊല്ലിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയങ്ങ് എഴുന്നേറ്റു. എന്നിട്ടോ കപ്പലിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്വലാത്തങ്ങ് ചൊല്ലാൻ തുടങ്ങി. 300 സ്വലാത്ത് എത്തിയപ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തീർന്നു. 1000 ചൊല്ലേണ്ടി വന്നില്ല അല്ലേ? അതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ തീർന്നു. നമ്മൾ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചൊല്ലി തീർക്കണം കേട്ടോ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ 1000 നേർച്ചയാക്കിയിട്ട് നമ്മൾ ചൊല്ലിക്കോ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ മാറുന്നതാണ്. എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ നീങ്ങുമെന്നാണ്. 1000 നെയ്യച്ചാക്കി അങ്ങ് ചൊല്ലിക്കോ. ആ 1000 എത്തുന്നതിന് മുൻപ് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പടച്ചറബ് നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരും. അത്ര അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല ഇതുപോലെ കൃത്യമായി ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുന്ന സ്വലാത്താണ്.
നമുക്ക് അള്ളാഹുവിങ്കൽ വലിയ സ്ഥാനം നേടിത്തരുന്ന സ്വലാത്താണ്. ചെറിയ ആളുകളൊന്നുമല്ല, ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് വലിയ സ്ഥാനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാം. അതുപോലെ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ പാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ കറുത്തുപോകും. ഹൃദയത്തിൽ ഇങ്ങനെ പുള്ളിക്കുത്ത് വീണ് 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 കറുത്തുപോകും അല്ലേ? ഈ കറുപ്പിനെ വെളുപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്ന് സ്വലാത്താണ് അത്രേ. ആ സ്വലാത്തുകളിൽ വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ എന്ന് പറയുന്നത്. അപ്പോൾ ദിവസം നമ്മുടെ ലൈഫിൽ ഒരു 11 വീതം നമ്മൾ പതിവാക്കി നോക്കിയേ. ഒരു 11 എല്ലാ ദിവസവും സ്വലാത്തുൽ മുൻജിയ ചൊല്ലി നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം അനുഭവിക്കും, സമാധാനം അനുഭവിക്കും. എത്ര വലിയ കടമാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ പ്രയാസമാണെങ്കിലും, ജീവിതം തടസ്സത്തിൽ നിൽക്കുകയാണ്, അവിടെ നിന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ റീസ്റ്റാർട്ട് ചെയ്ത് തരും. ഹൃദ്യമായ സ്വലാത്താണത്, സ്വലാത്തുൽ മുൻജിയ. ഇനി വലിയ വിഷമങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ 1000 സ്വലാത്ത് നിയ്യത്താക്കി അങ്ങ് ചൊല്ലിക്കോ. 1000 തികക്കണതിന് മുമ്പ് ഇഖ്ലാസോടെ ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഇത്തിരി കൂടുതൽ ചൊല്ലുക. എല്ലാ ദിവസവും 11 വെള്ളിയാഴ്ച രാവ്, അതുപോലെ തിങ്കളാഴ്ച രാവ്, ഇങ്ങനെയുള്ള രാവുകളൊക്കെ വരുമ്പോൾ ഒരു 33 ആക്കുക. അതിലേറെ ചൊല്ലാൻ പറ്റിയ അത്ര നല്ലതൊട്ടോ. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയണത്. അപ്പം അത്ര മഹത്തരമായ സ്വലാത്താണ്. ഏതായാലും ആ സ്വലാത്ത് നോക്കിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ അല്ലാ. എങ്ങനെയുള്ള സ്വലാത്താണ്? സ്വലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത്. ആ സ്വലാത്ത് മുഖേന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അത് സിഹറാകട്ടെ, കണ്ണേറാകട്ടെ, ആക്സിഡൻ്റ് ആകട്ടെ, കടബാധ്യതയാകട്ടെ, നമ്മളെ കൊല്ലാൻ ഒരാൾ വരുന്നതാകട്ടെ, പിശാചിൽ നിന്നുള്ള രക്ഷയാകട്ടെ, അങ്ങനെ എന്ത് അപകടമാണോ നമുക്കെതിരെ വരുന്നത്, ആ അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മളെ പിടിച്ചു നീക്കുന്ന സ്വലാത്ത്. വതഖ്ലീലനാ ബിഹാ ജമീഅൽ ഹാജാത്ത്. ആ സ്വലാത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കപ്പെടും. അങ്ങനെയുള്ള സ്വലാത്ത് ചൊല്ലണേ, എല്ലാ മുറാദുകളും ഹാസിലാക്കപ്പെടും, ഒരു പ്രയാസവും പിന്നെ ഉണ്ടാവില്ല. വതുതഹിറുനാ ബിഹാ മിൻ ജമീഇ സയ്യിആത്ത്. എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്ന സ്വലാത്ത്. വതർഫഉനാ ബിഹാ ഇൻദക അല ദറജാത്ത്. നിന്റെ അടുക്കൽ ഉന്നത സ്ഥാനം നേടിത്തരുന്ന സ്വലാത്ത്. വതുബല്ലിഗുനാ ബിഹാ അഖ്സൽ ഗായാതി മിൻ ജമീഇൽ ഖൈറാത്തി ഫിൽ ഹയാത്തി വബഅദൽ മമാത്ത്. ഈ ജീവിതത്തിലും മരണശേഷവും, അതായത് ദുനിയാവിലും ആഖിറത്തിലും എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളുടെ എല്ലാം അറ്റത്തേക്ക് എന്നെ എത്തിക്കുന്ന സ്വലാത്ത്, നിന്നിൽ നിന്നുള്ള നന്മകൾ മുഴുവൻ നേടിത്തരുന്ന സ്വലാത്ത്. അങ്ങനെയുള്ള സ്വലാത്ത് നിൻ്റെ ഹബീബിൻ്റെ മേൽ നീ ചൊല്ലണയല്ല. ഞങ്ങളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ ചൊല്ലണയല്ല. വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം. അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും നീ ചൊല്ലണയല്ല, സലാമും ചെയ്യണയല്ല. എത്ര മനോഹരമായ സ്വലാത്താണ്. ഒരിക്കലും ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات وعلى آله وصحبه وسلم تسليما كثيرا. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطح والحبيب العربي. أنت أم أم أب ما رأينا فيهما من
مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على نبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമായ റബ്ബേ ഈ സദസ്സിന്റെ മിഥിൽ സവാബ് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് നിന്റെ സ്വാലിഹീങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ് നുസ്റ നൽകണേ അല്ലാഹ് കൈ പിടിക്കണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ് ഐക്യം നൽകണേ അല്ലാഹ് സ്നേഹം നൽകണേ അല്ലാഹ് സ്വസ്ഥത നൽകണേ അല്ലാഹ് പരസ്പര വിശ്വാസം നൽകണേ അല്ലാഹ് പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാഹ് പലവിധ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എല്ലാവർക്കും ഉന്നത വിജയം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് മാതാപിതാക്കളോട് അദബുള്ളവരാക്കണേ അല്ലാഹ് യാ റബ്ബനാ എത്ര അസുഖബാധിതരാണ് നീ ശിഫാ നൽകണേ അല്ലാഹ് ആജിലായ ശമനം നൽകണേ അല്ലാഹ് മാറാ രോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ് എത്ര ദുആ വസിയത്തുകളാണ് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ് ചൊല്ലിയ സ്വലാത്തുകളുടെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണേ അല്ലാഹ് സിഹറുകൾ കണ്ണേറുകൾ ബാത്വിൽ
ഹാഫിലാക്കണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ല എന്ന സങ്കടം പറഞ്ഞവരുണ്ട്, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. യാ റബ്ബനാ, പടച്ചവനെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളുണ്ട്, ബറക്കത്ത് ചൊരിയണേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ കബറിടങ്ങളിൽ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. മുത്തായ തങ്ങളെ കണ്ടു മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ. പടച്ചവനെ മരിക്കുന്നതിന് മുൻപ് പരിശുദ്ധ ഭൂമിയിൽ വന്നണയാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ഓരോരുത്തരെയും നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.